എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ബിസിനസ് രോഗങ്ങളെ പറ്റി ഒന്ന് സംസാരിക്കാം. ഈ മനുഷ്യ ശരീരത്തിനൊക്കെ രോഗങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ബിസിനസ്സിന് ഏറ്റവും കോമൺ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു 5 രോഗങ്ങളുണ്ട്. ഇതിലേതെങ്കിലും രോഗം നമ്മുടെ ബിസിനസ്സിനുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെന്താണ് പരിഹാരം എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യാവുന്ന രോഗത്തിൽ ഒന്നാമത്തത് ഐംനോലേസിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. എന്താണ് ഈ ഐംനോലേസിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയിംലെസ്നെസ് അഥവാ പർപ്പസ് ലെസ്നെസ് എന്നൊക്കെ പറയാം. അതായത് നമുക്കൊരു എയിമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ എന്ത് പർപ്പസിനാണ് ബിസിനസ് നടത്തുന്നത് എന്നുള്ളത് ബോധ്യപ്പെടാത്തൊരവസ്ഥ, ഇങ്ങനെ സഫർ ചെയ്യുന്നൊരവസ്ഥയാണ് എയിംനോലെസിയ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ബിസിനസ് ലീഡ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി മാത്രം ബിസിനസ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എയിംനോലെസിയയിലേക്ക് എത്തുന്ന അവസ്ഥ വരും. കാരണം നമ്മുടെ മനുഷ്യർ തന്നെയാണ് ഒരു ബിസിനസ്സിനെ പവർഫുള്ളാക്കുന്നത്, അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യർ. അപ്പോൾ അവരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് കൊണ്ടുവരിക എന്ന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ അവർക്കൊരു എയിം സെറ്റ് ചെയ്യാതിരുന്നാൽ, ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാതിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു മരവിപ്പ് ബിസിനസ്സിൽ സംഭവിക്കുന്ന അവസ്ഥ വരും. ഈ ലോകപ്രശസ്തനായ ബിസിനസ്സുകാരൻ റിച്ചാർഡ് ബ്രാൻസനൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം ഏതാണ്ട് 400-ലധികം കമ്പനി നടത്തുന്ന ആളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർപ്പസ് ഡ്രിവൺ എന്ന് പറയുന്നതിൽ നിന്നും പർപ്പസ് ഇൻസ്പയർഡ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു ബിസിനസ്സിനെ എത്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഒരു കോമ്പറ്റിറ്റീവ് എഡ്ജ് ഉണ്ടാക്കാൻ പറ്റിയതെന്നാണ് പറയപ്പെടുന്നത്. അതായത് സ്റ്റാഫിന് കോൺഫിഡൻസ് ഉണ്ടാകുന്നതും പുതിയ ഇന്നോവേഷൻ ഉണ്ടാകുന്നതൊക്കെ എന്തെങ്കിലും ഒരു പർപ്പസ് അവരുടെ ഉള്ളിൽ ഒരു ഇൻസ്പിറേഷനായിട്ട് വരുമ്പോൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു എയിം എപ്പോഴും സെറ്റ് ചെയ്യണം, ടാർഗറ്റ്സ് എപ്പോഴും സെറ്റ് ചെയ്യണം, ടീമിലുള്ള ആളുകളെ ഓരോ കാര്യങ്ങൾ കാണിച്ച് മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇവിടെ ഒരു റിക്കവറി പ്രോട്ടോക്കോൾ അഥവാ ഒരു പരിചരണ രീതി എന്ന് പറയുന്നത് നമ്മുടെ കോർ വാല്യൂസും പർപ്പസും ഒക്കെ സ്ഥാപനത്തിലുള്ളവരിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കുക. ഒരു ബാഗ് സെറ്റ് ചെയ്യുക. ബാഗ് മീൻസ് ബിഗ് ഹെയറി ഒഡീഷ്യസ് ഗോൾ എന്ന് പറയും. നമുക്ക് വ്യക്തമായ ഗോൾ സെറ്റ് ചെയ്ത് തന്നെ ടീമിനെ മുന്നോട്ട് നയിച്ചാൽ ഈ ആദ്യത്തെ രോഗമായ എയിംനോലെസിയയിൽ നിന്നും മറികടക്കാൻ പറ്റും. രണ്ടാമത്തത് ചെയ്സോലെസിയ എന്ന് പറയുന്ന അസുഖമാണ്. എന്താണ് ഈ ചെയ്സോലെസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകൾ കസ്റ്റമേഴ്സിനെ ചേസ് ചെയ്ത് പിടിക്കാൻ നടക്കും. അതായത് കസ്റ്റമറെ കിട്ടാതെ കസ്റ്റമറുടെ പുറകെ നടന്ന് വിഷമിക്കുന്ന അവസ്ഥയാണ് ചെയ്സോലെസിയ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുന്നത് പലപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൻ്റെ റിസോഴ്സുകളൊന്നും പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യപ്പെടാതെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകളുടെ ക്യാപ്പബിലിറ്റി ശരിക്കും ബോധ്യപ്പെടാതെ എന്തിനും ഒരു നെഗറ്റീവ് അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ബിസിനസ് ഇല്ല, കസ്റ്റമർ ഇല്ല, എന്നും ഡൗൺ ആണ് എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഒരു റിക്കവറി പ്രോട്ടോക്കോളായിട്ട് ചെയ്യേണ്ട കാര്യം ശരിക്കും നമ്മുടെ ബിസിനസ് മോഡൽ ഒന്ന് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ബിസിനസ് മോഡൽ വാലുവേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണോ, അല്ലെങ്കിൽ ഒരു ബ്ലൂ ഓഷൻ സ്ട്രാറ്റജിയൊക്കെ ചിലപ്പോൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. എന്തെങ്കിലും ഒരു പുതുമയില്ലാതെ എല്ലാവരും ചെയ്യുന്ന കാര്യം മാത്രം ചെയ്തു പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ചെയ്സോലെസിയ എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നത്. മൂന്നാമത്തെ അസുഖത്തിൻ്റെ പേരാണ് മിസ്റ്റേക്കോഫോണിയ. മിസ്റ്റേക്കോഫോണിയ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും പല ബിസിനസ്സുകളും പ്രോഫിറ്റബിളായിട്ടൊക്കെ മുന്നോട്ട് പോകും. പക്ഷേ അത് കഴിയുമ്പോൾ അവർ ചിന്തിക്കുന്ന കാര്യം ഇനിയിപ്പോൾ ഇതിലൊരു മാറ്റവും വരുത്തണ്ട, എന്തെങ്കിലും മാറ്റം വന്നാൽ അത് നമുക്ക് ഭാവിയിൽ പരാജയമുണ്ടാവും എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാലോ, മാറ്റങ്ങളും എല്ലാം വന്നാൽ അത് മിസ്റ്റേക്കായി മാറുമോ എന്നുള്ള പേടി. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ കാലഹരണപ്പെടുന്ന അവസ്ഥ വരുവാണ്. മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചും കസ്റ്റമർ നീഡിനനുസരിച്ചും മാറ്റങ്ങൾ വരുത്താതെ മിസ്റ്റേക്കിനെയും പേടിച്ചുകൊണ്ടിരുന്ന് ആ സ്ഥാപനത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ ഏത് ബിസിനസ്സിലും ആവശ്യമാണ്. കസ്റ്റമറുടെ മൈൻഡ് സെറ്റ് മാറുമ്പോൾ, നീഡ് മാറുമ്പോൾ അതിനനുസരിച്ച് ബിസിനസ് മോഡലിൽ മാറ്റം ഉണ്ടാവണം. നേരത്തെ ചെയ്സോലെസിയയിൽ പറഞ്ഞതുപോലെ തന്നെ ബിസിനസ് മോഡലിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഇവിടുത്തെ റിക്കവറി പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. നാലാമത്തെ രോഗത്തിൻ്റെ പേരാണ് സ്ട്രഗിളോഫിയ. സ്ട്രഗിളോഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ബിസിനസ് പ്രോഫിറ്റബിളായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ പിന്നീട് ഒരു ഡിസിപ്ലിൻ കണ്ടെത്താനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥ, ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ. പലപ്പോഴും ലാഭമൊക്കെ ഉണ്ടായിട്ടുണ്ട് ബിസിനസ്സിൽ, പക്ഷേ ആ ലാഭം നിലനിർത്താൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയാണ് സ്ട്രഗിളോഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ആളുകളെ എല്ലാം ഒന്ന് ലൈവാക്കി നിർത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുക ബിസിനസ്സിൽ എപ്പോഴും. ആ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചില ഹാബിറ്റ്സ് ആയിരിക്കും, ചില സിസ്റ്റംസും SOPകളും പോളിസികളും ഒക്കെ എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്, ഒരു സ്ഥിരത നിലനിർത്താനായിട്ട്. ആര് വന്ന് ചെയ്താലും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സ്ഥായിയായ ശൈലി കൊണ്ടുവന്നുകൊണ്ടാണ് ഈ രോഗത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കുക. ആൻഡ് ഫൈനലി കോൺസ്റ്റോപ്പിയ എന്ന് പറയുന്ന അസുഖമാണ്. നമ്മൾ മനുഷ്യ ശരീരത്തിന് ഒരു മലബന്ധമൊക്കെ ഉണ്ടാകുമ്പോൾ വരുന്നൊരവസ്ഥയുണ്ടല്ലോ, ഇതുപോലെയാണ് ഒരു ബിസിനസ്സിൻ്റെ അകത്ത് പീപ്പിൾ, സ്ട്രാറ്റജി, എക്സിക്യൂഷൻ, ക്യാഷ്
എന്നീ സാധനങ്ങളൊന്നും പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാണ്ട് ഇതെല്ലാം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ വന്നാൽ അതൊരു ബിസിനസ്സിന് സൂക്കേടായി മാറും. അപ്പോൾ ഇവിടെ ശരിക്കും ചെയ്യേണ്ട കാര്യം എന്താ, എപ്പോഴും ഒരു സ്കെയിലപ്പിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഒരു ബിസിനസ്സിൽ ഒരു സെറ്റപ്പ് കഴിഞ്ഞാൽ ഒരു സ്കെയിലപ്പ് ഉണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവുക. സ്റ്റെപ്പപ്പ് ചെയ്യണം, സ്കെയിലപ്പ് ചെയ്യണം, എന്നാലാണ് ആളുകൾക്ക് ഒരു ലൈവ്നെസ്സൊക്കെ ഫീൽ ചെയ്യുള്ളൂ. കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇനിയും ഗ്രോത്ത് ഉണ്ടാവണമെന്നും പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നും നമ്മുടെ ബിസിനസ്സിന് ഇനിയും ഗ്രോത്ത് ഉണ്ടാക്കണം എന്നുള്ള ഒരവസ്ഥ, ഒരിക്കലും ഒരു സ്ഥായിയായി ഒരു സ്തംഭനം ഉണ്ടാകുന്ന അവസ്ഥ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. എവിടെയാണ് കോൺസ്റ്റോപ്പിയ എന്ന കാര്യത്തെ മറികടക്കേണ്ടത്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ ഈ 5 രോഗങ്ങളെ പറ്റി ഇത് പലപ്പോഴും പല ആളുകൾക്കും തോന്നിയിട്ടുള്ളതായിരിക്കാം. എയ്മ്നോലെസിയ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ചേസോലെസിയെ പറ്റി സംസാരിച്ചു, മിസ്റ്റേക്കോഫോണിയെ പറ്റി നമ്മൾ സംസാരിച്ചു, സ്ട്രഗ്ലോഫിയ ആൻഡ് കോൺസ്റ്റോപ്പിയ എന്നീ 5 രോഗങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇതിലേതെങ്കിലുമൊക്കെ രോഗലക്ഷണങ്ങൾ നമ്മുടെയൊക്കെ ബിസിനസ്സിലുണ്ടോ എന്നുള്ളത് ആദ്യമേ പരിശോധിക്കുക. എന്നിട്ട് അതിന് വേണ്ട തുടർ നടപടികൾ എടുക്കുക. ഇവിടെയാണ് ബിസിനസ് ഡോക്ടേഴ്സിനെയൊക്കെ സമീപിക്കേണ്ട ഒരാവശ്യകത. ബിസിനസ് കൺസൾട്ടൻസിൻ്റെയൊക്കെ സഹായം എടുത്തുകൊണ്ട് നമ്മളിതിനൊക്കെ വേണ്ട ഒരു വ്യക്തമായ സിസ്റ്റവും പോളിസിയും പ്രൊസീജിയറൊക്കെ ഡെവലപ്പ് ചെയ്ത് ഈ രോഗങ്ങളിൽ നിന്നൊക്കെ മാറി ശക്തമായൊരു എനർജിയോടുകൂടി മികച്ചൊരു സ്ഥാപനമായി മുന്നോട്ട് പോകുവാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. താങ്ക് യു.